അലക്ഷ്യമായ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നതായി പരാതി. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് അനാവശ്യ പാർക്കിംഗ് മൂലം ഗതാഗതക്കുരുക്ക് ഏറുന്നത്. അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെതിരെ നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡിന്റെ ഇരുവശങ്ങളിലായാണ് അനധികൃത പാർക്കിംഗ് വർദ്ധിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളും കാറുകളും അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗതക്കുരുക്കും പതിവാണ്. ട്രെയിൻ മാർഗം ജോലിക്ക് പോകുന്നവരാണ് അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്കൊരു വഴിയുണ്ട്, ആ വഴി പോലും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു അടച്ചും ചിട്ടയും ഇല്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് തോന്നിയ രീതിയിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് പോകുന്നു. അതുകൊണ്ട് യാത്രക്കാരും നാട്ടുകാരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ അനധികൃതമായി കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ടും യാത്രക്കാരെ ഇവിടെ കയറ്റുന്നില്ല. നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുന്നുവെന്നാണ് ആക്ഷേപം. ഈ അനധികൃതമായ പാർക്കിങ്ങുകളുടെയും അതേപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിനകത്ത് കൃത്യമായിട്ട് ബസ്സുകൾ കടന്നു പോകാത്തതിന്റെ ഫലമായിട്ട് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങള് അത് ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. രോഗികളുമായി പോയ ആംബുലൻസും ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് മണിക്കൂറുകളോളം കിടക്കേണ്ട അവസ്ഥ. നഗരസഭ ബസ് സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാരെ കയറ്റിയാൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനം, തിരുവനന്തപുരം.